കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വൻപയർ വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എന്നാൽ നല്ല ഹെൽത്തിയാണ്. അതിനായിട്ട് ഒരു കപ്പ് വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൻപയർ തന്നെ വളരെ പോഷകമൂല്യമുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി മുളപ്പിച്ചെടുത്ത് വെച്ചു. തലേദിവസം വെള്ളത്തിലിട്ട് മുളപ്പിക്കാൻ എല്ലാവർക്കും അറിയില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വളരെയധികം പോഷകമൂല്യമുള്ളതാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം. തോരൻ വെച്ചായാലും കറിയായാലും ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതല്ലേ. ഇനി നമുക്ക് വൻപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അല്ലിയും പിന്നെ സവാളയാണ് കട്ട് ചെയ്തിട്ടത്. ചെറിയുള്ളി ഇട്ടാലും മതി കേട്ടോ, ടേസ്റ്റ് കൂടുതൽ അതാണ്. ഇനി പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. അരപ്പൊക്കെ ചേർക്കേണ്ടതാണ്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും പയറിലേക്കൊക്കെ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് വേവാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്. നല്ല ജീരകം ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം 2-3 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വൻപയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പൊക്കെ ചേർക്കണം, താളിച്ചൊക്കെ ഇടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. മുളപ്പിച്ചായ കാരണം അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടി വന്നു കേട്ടോ. നല്ലപോലെ വേവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കളറിന് അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ. അത് ഒന്ന് തിളച്ച് വെന്ത് കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴേക്കും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവട്ടെ. അത്യാവശ്യം നല്ല കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പാകമുണ്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ പയറൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പയറൊന്ന് ഉടഞ്ഞ് ചേരുമ്പോൾ ഗ്രേവിക്കൊക്കെ ഒരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു കൊഴുപ്പൊക്കെ കിട്ടും. വേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. കൂടുതലാവണമെങ്കിൽ അത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു കുറുകിയ ചാറിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പയറങ്ങ് വെന്ത് കലങ്ങാത്തത് കൊണ്ട് കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ കറി, അങ്ങനെയാണ്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഉപ്പൊക്കെ പാകണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കറി തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചും കൂടി ഇട്ടാൽ മതി. കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയും കൂടി ചേർത്ത് വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കൂ. സൂപ്പറായിട്ടുള്ള കറിയാണിത്. വളരെ ഹെൽത്തിയാണ്. മുളപ്പിച്ച വൻപയറല്ലേ. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.